അലുവ അതുൽ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിന്റെ കൊലപാതകം നമ്മളെ ഞെട്ടിച്ചു. പട്ടാപ്പകൽ നടുറോഡിലാണ് കൊലപാതകം സംഭവിച്ചത്. ഗുണ്ടാപ്പകയാണ് കൊലപാതകത്തിന് കാരണം. വാഹനം തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളം ഒന്നടങ്കം ഞെട്ടിയൊരു നിമിഷമായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഏറ്റവും വേഗത്തിൽ ആ പ്രതികളെയെല്ലാം പിടികൂടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 8 പ്രതികളാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. ആ 8 പേരും ഇപ്പോൾ കേരള പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. അതിൽ 4 പേരെ ഇപ്പോൾ പിടികൂടിയത് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് നിന്നാണ്. സാഹസികമായിട്ടാണ് ഇവരെ പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സനോജ് നമ്മളോടൊപ്പം ചേരുകയാണ്. സനോജ്, ഈ കൊലപാതകം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രതികളെ എല്ലാം പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണോ ഇവർ പിടിയിലായത്? എങ്ങനെയാണ് പോലീസ് ഇവരിലേക്ക് എത്തിയത്? സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സാഹസികമായുള്ള ഒരു ഓപ്പറേഷൻ ഒടുവിലാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. നമുക്കറിയാം, പട്ടാപ്പകലാണ് ഇത്തരമൊരു വെട്ടിക്കൊലപാതകം നടന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവർ കൊലപാതകം നടത്തിയതിനു ശേഷം കൊല്ലത്തു നിന്നും പത്തനംതിട്ട വഴി കോട്ടയം ജില്ലയിലെ എരുമേലിയിലെത്തി അവിടെ നിന്നും മുണ്ടക്കയം വഴി ഇടുക്കി വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവരെ പോലീസ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. ഇത് പിന്തുടരുന്നതിനിടയിൽ എരുമേലിയിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്കുള്ള യാത്രാമധ്യേ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു പിക്കപ്പ് വാഹനം ഉപയോഗിച്ചുകൊണ്ട് തടയാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ പിന്നീട് ഈ പിക്കപ്പ് വാഹനത്തെ വെട്ടിച്ചുകൊണ്ട് ഇവർ വളരെ വേഗത്തിൽ ഇവർ സഞ്ചരിച്ച കാറുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ ഒരു സ്വിഫ്റ്റ് കാറ് ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇവരെ പിടികൂടാൻ വേണ്ടി മുണ്ടക്കയം പോസ്റ്റ് പാലത്തിന് സമീപം പോലീസ് മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിവരം അറിഞ്ഞ പ്രതികൾ ഈ ഭാഗത്തേക്ക് വരാതെ മുണ്ടക്കയം കരിനിലം എന്ന ഭാഗത്തു നിന്നും തിരിഞ്ഞ് കുഞ്ചവയൽ മുരിക്കുംവയൽ ഭാഗത്തുകൂടി, ഒരുപക്ഷെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടിയായിരിക്കണം, ആ ഭാഗത്തുകൂടി മറ്റൊരു വഴിയിലൂടെ ഇടുക്കിയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാവണം അവർ ആ വഴി തെരഞ്ഞെടുത്തത്. എന്തായാലും മുന്നോട്ട് നീങ്ങിയ പ്രതികൾക്ക് വഴിയെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് മുരിക്കുമയിൽ ഗവൺമെന്റ് സ്കൂളിന് സമീപത്ത് വാഹനം നിർത്തിയതിനു ശേഷം അവർ സ്കൂളിന്റെ പിൻഭാഗത്തുകൂടി ഒരു വീടിന്റെ പുരയിടത്തിൽ ഒളിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നു. ഇതിനിടയിലാണ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിനൊടുവിലാണ് സമീപത്തെ വീടിന്റെ ഭാഗത്ത് ഇവർ പതുങ്ങിയിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കൊല്ലം പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ഒരു റിക്കവറി വാഹനം കൂടി കരുതിയിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന റിക്കവറി വാഹനത്തിന്റെ ഡ്രൈവറാണ് ഈ പ്രതികളെ തിരിച്ചറിയുന്ന സാഹചര്യമുണ്ടായത്. ഇവരെ പിടികൂടുമ്പോൾ ഇവർ പോലീസുമായി ഏറ്റുമുട്ടാൻ തയ്യാറായില്ല. ഏകപക്ഷീയമായി തന്നെ കീഴടങ്ങുകയായിരുന്നു. കാരണം തങ്ങൾക്ക് ഇനി ഒരു രക്ഷയില്ല. അതായത് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ഇനിയും ഓടി ഈ രാത്രിയിൽ മുന്നോട്ട് പോകുക എന്നത് പ്രതികളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് പരിചയമില്ലാത്ത ഒരു പ്രദേശത്ത് ഒളിവിൽ കഴിയാൻ വന്ന പ്രതികൾ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഈ പ്രതികളെ പിടികൂടുമ്പോൾ പ്രദേശത്തെ നൂറുകണക്കിന് നാട്ടുകാരാണ് തടിച്ചുകൂടിയത്. നാട്ടുകാരുടെയും പോലീസിന്റെയും സംയുക്തമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പിടികൂടാൻ സഹായകരമായത്. ഒടുവിൽ ഈ പ്രതികളെ പിടികൂടിയതിന്റെ ഭാഗമായി പോലീസ് നന്ദിയും പറയുന്നുണ്ട്. നാട്ടുകാരുടെ സഹായത്തിന് പോലീസ് നന്ദിയും അറിയിച്ചിട്ടാണ് ഈ പ്രതികളുമായി. തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു അല്ലേ സനോജ് ഇവരുടെ പ്ലാൻ അല്ലേ? ആ പ്ലാനാണ് കേരള പോലീസ് തന്ത്രപരമായി പൊളിച്ചു കളഞ്ഞത്. തീർച്ചയായിട്ടും പോലീസിന്റെ കൃത്യമായ അന്വേഷണം, ചടുലമായ നീക്കങ്ങൾ. കാരണം ഈ സംഭവ വികാസം അറിഞ്ഞ ഉടൻ തന്നെ അവർ ഈ പ്രതികളുടെ ഫോൺ ട്രാക്ക് ചെയ്യുകയും അവരുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഒട്ടും താമസിക്കാതെ തന്നെ അവരെ പിന്തുടരുകയും ചെയ്തു. ആ പിന്തുടർന്നതാണ് ഈ പ്രതികളെ പിടികൂടാൻ സഹായകരമായത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നും കടന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നെങ്കിൽ അവരുടെ ഒളിവിടം കണ്ടെത്താൻ പോലീസിന് ഏറെ പണിപെടേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ പോലീസ് നടപടികൾ നീക്കി മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ സഹായകരമായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പിടികൂടിയവന്മാരുടെ പേര് വിവരങ്ങൾ പോലീസ് പറഞ്ഞിട്ടുണ്ടോ സനോജ്? ഈ മുണ്ടക്കയത്ത് നിന്ന് പിടികൂടിയവന്മാരുടെ പേരുകൾ എന്താണ് പറഞ്ഞിട്ടുണ്ടോ? മുണ്ടക്കയത്തുനിന്നും പിടികൂടിയ 4 പേരാണ്. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം രാത്രി വൈകിയാണ്. പോലീസ് അതിന്റെ തിരക്കിലായിരുന്നു. മുണ്ടക്കയം പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനപ്പുറം കൊല്ലം പോലീസിനെ കൈമാറുകയായിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് അവരുടെ പേര് വിവരങ്ങൾ കൂടി നൽകാൻ കഴിയും. മറ്റ് പ്രതികളെ എല്ലാവരെയും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൊല്ലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സംഭവ വികാസമാണ്. ആ സംഭവത്തിന്റെ ഭാഗമായി ഈ പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം തെരഞ്ഞെടുത്തതായിരുന്നു ഈ
ഈ മുണ്ടക്കയം ഭാഗത്തുകൂടിയാണ് അവർ സഞ്ചരിച്ചത്. അങ്ങനെ സഞ്ചരിച്ച വേളയിലാണ് ഇവരെ പിടികൂടിയത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ പേര് വിവരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ നൽകാൻ കഴിയുമെന്നാണ് പഴുതടച്ച ഓപ്പറേഷൻ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഈ സംഭവം ഇന്നലെ പകൽ നടക്കുന്നു. പോലീസ് ആ നിമിഷം മുതൽ തന്നെ അന്വേഷണം ആരംഭിക്കുന്നു. സംസ്ഥാനത്തുടനീളം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മെസ്സേജ് വരുന്നു. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലെയും പോലീസുകാർ ഒത്തൊരുമിച്ച് ഇതിന്റെ ഭാഗമാവുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കോട്ടയത്ത് നിന്ന് മുണ്ടക്കയത്ത് നിന്ന് വളരെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതും ഈ പ്രതികളെല്ലാം പോലീസിന്റെ വലയിലാകുന്നതും അല്ലേ? തീർച്ചയായിട്ടും പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ്. ഈ പ്രതികളെ പലയിടങ്ങളിലും പിടികൂടാൻ പോലീസ് പരിശ്രമിച്ചിട്ടുണ്ടാവണം. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. അതായത് സരോജ്, ഇവർക്ക് മുണ്ടക്കയത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസ് ആ രീതിയിൽ തെരച്ചിൽ ശക്തമാക്കുന്നു, ബന്ദോബസ്ത് ശക്തമാക്കുന്നു, എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു. അതാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും ഇവരുടെ വാഹനം കൃത്യമായി പോലീസ് പിന്തുടരുന്നുണ്ട്. പോലീസ് മനസ്സിലാക്കുന്നുണ്ട് ഇവർ ഏത് വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുണ്ടക്കയത്തിനും എരുമേലിക്കും ഇടയിലുള്ള വഴിയിൽ ഒരു പിക്കപ്പ് വാഹനം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഒരു സ്വിഫ്റ്റ് വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ മുണ്ടക്കയത്തിനപ്പുറത്തേക്ക് ഇവർക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം പോലീസ് ഒരുക്കിയിരുന്നു. മുണ്ടക്കയം കോസ്വേ പാലത്തിന് സമീപം മറ്റ് വലിയ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് ഇവരുടെ വാഹനം മുന്നോട്ട് പോകാൻ കഴിയത്തില്ലാത്ത തരത്തിൽ അവർ അവിടെ ഒരു ബന്ദോബസ്ത് ഒരുക്കിയിരുന്നു. പിന്നീട് ഈ വിവരം അറിഞ്ഞ പ്രതികൾ ആ വഴിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിൽ വാഹനം തിരിച്ച് വീണ്ടും മുണ്ടക്കയത്തു നിന്നും കരിനിലം ഭാഗത്തെത്തി. കരിനിലം ഭാഗത്ത് എന്ന് പറയപ്പെടുമ്പോൾ ഈ മുണ്ടക്കയം എരുമേലി റോഡ് തിരിയുന്ന വേറൊരു റോഡാണ്. ആ റോഡ് എന്ന് പറയപ്പെടുന്നത് പുഞ്ചവയിൽ ഭാഗത്തേക്കാണ്. പുഞ്ചവയിൽ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കുഴിമാവ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തി കോരുത്തോട് വഴി ഒരുപക്ഷെ വേറെ വഴിയിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗമായിരിക്കാം അവർ നോക്കിയത്. പക്ഷേ അവരെ സംബന്ധിച്ച് വഴിയെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ അവർക്കുണ്ടായി കാണുകയില്ല. കാരണം ഇവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് 35 മൈൽ, അതായത് മുണ്ടക്കയം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള 35 മൈലിൽ കോട്ടയം കുമളി റോഡിലേക്ക് കടക്കാൻ കഴിയും. ആ റോഡ് നോക്കിയായിരിക്കണം അവർ ആ വഴി തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം. പക്ഷേ അവിടെ നിന്നും പോലീസ് കൃത്യമായി ഇവരെ പിന്തുടരുന്നു. കരുതലത്തു നിന്ന് മുന്നോട്ട് നീങ്ങി അവർക്ക് വഴി അറിയാൻ പറ്റാതെ ഒരുപക്ഷെ മുരിക്കുമയിൽ എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അവർ സഞ്ചരിച്ച വാഹനം ഒതുക്കിയതിനു ശേഷം ആ പ്രദേശത്തെ ഒളിവിടം എവിടെയെങ്കിലും ഒളിക്കാൻ കഴിയുമോ എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ ഇറങ്ങിയത്. പക്ഷേ അവർക്ക് വഴിയെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. വിവരമറിഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടു പരിചയിച്ച രീതിയിലുള്ള ഒരു മികവുറ്റ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതൊരു പിന്തുണയുമായി ആ ഭാഗത്തെ നാട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്നു അല്ലെ? അതാണ് ഇന്നലെ സംഭവിച്ചത്. ഇപ്പോൾ സരോജ് പറഞ്ഞില്ലേ ഈ പ്രതികൾ പിടികൂടുന്ന സമയത്ത് എതിർപ്പുകളൊന്നുമില്ലാതെ കീഴടങ്ങിയെന്ന്. ആ സമയത്ത് എതിർക്കാൻ നിന്നാൽ നാട്ടുകാരുടെ അടക്കം കൈയുടെ ചൂടറിയും എന്നൊരവസ്ഥയായിരുന്നു അല്ലെ അവിടെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും പോലീസിനെ നാട്ടുകാർ വലിയ തോതിൽ സഹായിച്ചു. ആ സഹായത്തിന് പോലീസ് ഈ പ്രതികളെ പിടികൂടി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി നാട്ടുകാരോട് നന്ദി പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് മടങ്ങുന്നത്. കാരണം ഒരു പരിചിതമല്ലാത്ത ഒരു പ്രദേശത്തേക്ക് പോലീസ് എത്തുന്നു. അവിടുത്തെ നാട്ടുകാരുടെ സഹായമില്ലാതെ അവർക്ക് ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ നാട്ടുകാർ ഒന്നടങ്കം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. പോലീസിന്റെ തെരച്ചിലിന് അവരുടെ ഭാഗമായി മാറുന്നു. അങ്ങനെയാണ് ഈ പരിചിതമല്ലാത്ത പ്രദേശത്ത് ഒളിവിൽ കഴിയാനുള്ള പരിശ്രമത്തിനിടയിൽ ഈ 4 പേരെയും പോലീസ് കയ്യോടെ പൊക്കുന്ന സാഹചര്യമുണ്ടായത്. ഇവരെ പിടികൂടുമ്പോൾ ഇവർ യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും പ്രകടിപ്പിച്ചില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം അവർ ഏകപക്ഷീയമായി തന്നെ കീഴടങ്ങുകയായിരുന്നു. സാധാരണ ഈ ഗുണ്ടാ സംഘങ്ങളെ പിടികൂടുമ്പോൾ പോലീസിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് പലയിടത്തു നിന്നും നമ്മൾ വാർത്തയിലൂടെ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവർ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഇവരെ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൂവി വിളിച്ചുകൊണ്ടാണ് ഇവരെ വാഹനത്തിലേക്ക് കയറ്റിവിട്ടത്. പക്ഷേ അവര് ഈ പ്രതികളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പരിശ്രമം നടത്തിയില്ല. എന്തായാലും പ്രതികൾ പ്രതികരിച്ചത് വളരെ ശാന്തമായി തന്നെയാണ്. കാരണം അവർക്ക് ഇനി രക്ഷയില്ല എന്ന ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് മുന്നിൽ ഏകപക്ഷീയമായി കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയൊരു ഓപ്പറേഷൻ, അത് കേരള പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഈ സംഭവ വികാസം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ ഈ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞു എന്നത് കേരള പോലീസിന്റെ ഒരു അന്വേഷണ മികവ് തന്നെയാണ്. കാരണം ഈ സംഭവം ഉണ്ടായ നിമിഷം മുതൽ തന്നെ കൃത്യമായി നിരീക്ഷിക്കുകയും ഈ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ജാഗ്രത പുലർത്തുകയും ഇവരുടെ ഫോണുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രക്ഷപ്പെടുന്ന മാർഗം പോലീസ് മനസ്സിലാക്കുകയും അവരെ പിന്തുടരുകയും ആ പിന്തുടർന്ന ഇടങ്ങളിലെല്ലാം പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടുവെങ്കിൽ പോലും പിന്നീട്
കൃത്യമായ നീക്കങ്ങളിലൂടെ പോലീസിന് ഈ പ്രതികളെ പിടികൂടാൻ അല്ലെങ്കിൽ പ്രതികൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള വഴികളെല്ലാം അടഞ്ഞപ്പോൾ ഈ പ്രതികൾ പോലീസിന് മുന്നിൽ കീഴടങ്ങാതെ തരമില്ല എന്ന് വരികയായിരുന്നു. അങ്ങനെയാണ് ഇവരെ പിടികൂടിയത്. മനു. ശരി, ഓക്കെ, താങ്ക് യു സനോജ്. സനോജാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ ഏത് കൊമ്പനും വലയിലാകും എന്നതിന്റെ മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട്, ഒറ്റ പകൽ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇതാ പ്രതികളെ എല്ലാം വലയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അലുവ അതുൽ എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ട, ആ ഗുണ്ടയുടെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ഇന്നലെ നമ്മുടെ മുൻപിൽ നിന്നതാണ്. വലിയ ആശങ്ക നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രതികളെ എല്ലാം പിടികൂടിക്കൊണ്ട് കേരള പോലീസ് മികവ് തെളിയിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അർദ്ധരാത്രി സമയത്താണ് പോലീസ് അവരെ എല്ലാം പിടികൂടി അഴിക്കുള്ളിലേക്ക് ആക്കിയത്. ഒപ്പം തന്നെ നാട്ടുകാരും വലിയ പിന്തുണ പോലീസിന് നൽകുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞാണ് കേരള പോലീസ് മുണ്ടക്കയത്ത് നിന്ന് മടങ്ങിയത്. നമുക്ക് കേരള പോലീസ് ജനങ്ങൾക്ക് നന്ദി പറയുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണാം. ഒത്തൊരുമയോടെ ഏക മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. കേരള പോലീസിന് വേണ്ടി, മുണ്ടക്കയം പോലീസിന് വേണ്ടി മുഴുവൻ ജനങ്ങളോടും, നിവാസികളായ മുഴുവൻ ജനങ്ങളോടും കേരള പോലീസ് നന്ദി രേഖപ്പെടുത്തുന്നു. നാട്ടുകാരുടെ സന്തോഷം, ഒപ്പം തന്നെ പോലീസിന്റെ മികവ്, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോലീസ് ആ പ്രതികളെ വലവീശി പുറകെ നിൽക്കുന്നു, സാഹസികമായി പിടികൂടാൻ ശ്രമിക്കുന്നു, നാട്ടുകാർ ഒപ്പം കൂടുന്നു. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെല്ലാം വലയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിർത്തി കടന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ പിടികൂടുക എന്നത് വലിയ ബുദ്ധിമുട്ടാകുമായിരുന്നു, വലിയ വെല്ലുവിളിയാകുമായിരുന്നു. ഇനി തമിഴ്നാട്ടിലൊക്കെ ഇവർക്കാരെങ്കിലും കൂട്ടാളികളുണ്ടോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് കേരള പോലീസ് എല്ലാവന്മാരെയും പിടികൂടുന്നതാണ് കാണാൻ കഴിഞ്ഞത്.